ഇവിടെ നടക്കുന്ന ടൂർണമെന്റുകളിൽ പ്രാദേശിക താരങ്ങൾ മുതൽ ദേശീയ താരങ്ങൾ വരെ പങ്കെടുക്കുന്നു. വോളിയിൽ വീണ്ടും ഒരു വസന്തകാലം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പന്തുകളിയോടും കളിക്കാരനോടും ഈ നാട്ടുകാർക്ക് പണ്ടേ പ്രണയമാണ്. ടീം ഏതായാലും താരങ്ങൾ മികച്ചതാണെങ്കിൽ കേട്ടറിഞ്ഞാണെങ്കിലും കളി കാണാൻ അവരെത്തും. ശൂന്യതയിൽ നിമിഷങ്ങളോളം കാത്തുനിന്ന് എതിരാളികളുടെ കളങ്ങളെ പന്തുകൊണ്ട് വിറപ്പിച്ച ജിമ്മി ജോർജ്, മിന്നൽ വേഗതയിലുള്ള സ്മാഷുകൾ കൊണ്ട് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന ടോം ജോസഫ്. ഈ IPL കാലത്തും വടക്കുള്ളവരുടെ ഇഷ്ടതാരങ്ങളുടെ നീളുന്ന പട്ടികയിലെ പേരുകൾ ഇതൊക്കെയാണ്. മലബാർ ഇപ്പോൾ വോളിബോൾ ആവേശത്തിലാണ്. നാട്ടുകൂട്ടങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്നദ്ധ സംഘടനകളുമെല്ലാം കളി സംഘടിപ്പിക്കുന്നു. ചിലയിടത്ത് ടിക്കറ്റ് കൊണ്ട് കളി നിയന്ത്രിക്കുമ്പോൾ മറ്റിടങ്ങളിൽ താരങ്ങളുടെ സ്മാഷുകൾ സൗജന്യമായി കാണാം. എങ്ങനെയായാലും മത്സരം തുടങ്ങും മുമ്പേ മൈതാനം നിറയും. ഈ ആരാധകരുടെ പ്രോത്സാഹനം കിട്ടാൻ കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ മാത്രമല്ല, അന്യനാട്ടിലെ താരങ്ങളും വരും. വേഗതയുള്ള സ്മാഷുകളും ഉയർന്നു ചാടിയുള്ള സർവുകളും കൊണ്ട് കാഴ്ചക്കാർക്ക് അവർ മത്സര വിരുന്നൊരുക്കുകയും ചെയ്യും. കളി കഴിയുവോളം പ്രായം മറന്ന് നാട്ടുകാർ കൂടെ ഉണ്ടാകും. ഏറ്റവും നല്ല ടീമില്ല ഇവരെന്നെ, മുൻപേ ടീമാണ്. അവരെ ആൾക്കനുസരിച്ച് കളിക്കൂലി. കളി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടിരുന്നോ? ഇതിൻ്റെ മുമ്പ് കളി കണ്ടിരുന്നു. ആൾക്കനുസരിച്ച് കളിക്കൂലി. ഇതിൽ ഒരു 7ാം നമ്പർ ഒരു 8ാം നമ്പറും ഉണ്ട്. നല്ല കളിക്കാരാവില്ല. നമുക്ക് പേരറിയില്ലോ. ഏപ്രിൽ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വയനാട്ടിലെ കമ്പളക്കാട് എന്ന ഗ്രാമത്തിൽ ചെറിയൊരു മൈതാനം കെട്ടി കളി നടത്തി. 6000 പേർക്കിരിക്കാവുന്ന ഗ്യാലറിയും ഉണ്ടാക്കി. കളി ആരംഭിച്ച ദിവസം മുതൽ ആളുകളെ കൊണ്ട് മൈതാനം നിറഞ്ഞു. മലപ്പുറം മുതൽ മഞ്ചേശ്വരം വരെയുള്ളവർ കളി കാണാനെത്തി. മത്സരം കലാശപ്പോരാട്ടത്തോടടുത്തപ്പോൾ എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടി. ആരവം വിളികളും വാതുവയ്പുമൊക്കെയായി മത്സരത്തെ അവർ ആഘോഷമാക്കി മാറ്റി. മിന്നുന്ന സ്മാഷുകൾ കൊണ്ട് താരങ്ങൾ കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി. ഇപ്പോൾ സാധാരണക്കാരനായ ആളുകൾ, സംഘാടകരും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇതേപോലുള്ള ഒരു വോളിബോൾ മത്സരങ്ങൾ നടത്തുന്നു. വലിയ ജനപങ്കാളിത്തം ഇത്തരം ടൂർണമെൻറ്റിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വോളിബോളിൻ്റെ മലബാറിലെ വളർച്ചയാണ് കാണിക്കുന്നത്. ടീം ഏതായാലും കളിക്കാരുടെ കണക്കെടുക്കുമ്പോൾ അതിൽ കോഴിക്കോട്ടുകാരൻ്റെയും കണ്ണൂരുകാരൻ്റെയും പേരുണ്ടാവും. അവരിലധികം പേരും നാദാപുരത്തു നിന്നോ പേരാമ്പ്രയിൽ നിന്നോ പേരാവൂരിൽ നിന്നോ പയ്യന്നൂരിൽ നിന്നോ ആവും. ജിമ്മി ജോർജ് സഹോദരന്മാർ, ടോം ജോസഫ് ഉൾപ്പെടെയുള്ള, വിപിൻ ജോർജ് ഉൾപ്പെടെയുള്ള, ഹഫീൽ ഉൾപ്പെടെയുള്ള, രതീഷ് ഉൾപ്പെടെയുള്ള, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള, കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മനു ഉൾപ്പെടെയുള്ള ഒരു നാടിൻ്റെ തലോടലേറ്റ് വളർന്ന നേട്ടങ്ങൾ കൊയ്തവരുടെയും കൊയ്യുന്നവരുടെയും നിര നീളുകയാണ്. ഈ നാട്ടിലെ ഗ്രാമങ്ങളിലെ വൈകുന്നേരങ്ങൾ പന്തുകളി ലഹരിയിലാവും. പാടത്തും പറമ്പിലും തൂണുകൾ കുഴിച്ചിട്ട് വലകെട്ടി പന്ത് തട്ടി കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നു. ജില്ലയും സംസ്ഥാനവും കടന്ന് രാജ്യത്തിന് വേണ്ടപ്പെട്ട താരങ്ങളാവാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള ടീമുകളിലെ നെടുംതൂണുകളായ താരങ്ങളെല്ലാം ഈ നാട്ടുകാരാണ്. വനിതാ വോളിയിൽ എല്ലാവരും പേടിക്കുന്ന KSCB ടീമിന് വേണ്ടി ബൂട്ടണിയുന്നവരിലുമുണ്ട് മലബാറുകാരുടെ വലിയ നിര. പെൺകുട്ടികളുടെ വിഭാഗത്തിലാണെങ്കിലും ധാരാളം പ്ലെയേഴ്സ് ഈ പ്രദേശത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മൈതാനങ്ങളിൽ നിന്ന് മൈതാനങ്ങളിലേക്ക് കാണികൾ ഓടുകയാണ്. ഇഷ്ടതാരങ്ങളുടെ വാഴ്ചകൾ കാണാൻ, എതിരാളികളുടെ വീഴ്ചകൾ അറിയാൻ. അവിടെ ശത്രു മിത്രമാകും, മിത്രം ശത്രുവാകും. അങ്ങനെ പന്തുകളിയിൽ ലയിച്ച് ഈ നാട് ഒന്നായി മാറുകയാണ്. ക്യാമറമാൻ ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്.